നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത്? ആലിൻ പഴം പഴുക്കുമ്പോൾ കാക്കയുടെ വായിൽ പുണ്ണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കോൺഗ്രസിനകത്ത് ആകെ ഒരു കശപിശ തന്നെയാണ്. ഇപ്പോഴവസാനം നമ്മുടെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായ ഷമാ മുഹമ്മദും BJPയിലേക്ക് പോകുന്നുവോ എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ, ഷമാ മുഹമ്മദിന് വടകരയിൽ മത്സരിക്കാൻ, കണ്ണൂരിലും വടകരയിലും എവിടെയെങ്കിലും ഒരിടത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അവർക്ക് അവസരം കൊടുത്തില്ല. അതിനെതിരെ ശക്തമായി തന്നെ അവർ പൊതുമണ്ഡലത്തിൽ വന്ന് പ്രതികരിച്ചു. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം തരുന്നില്ല, പരിഗണന തരുന്നില്ല, എന്നെ പരിഗണിച്ചില്ല അത് എന്ന് പറഞ്ഞ് അവർ ഒരുപാട് പ്രതിഷേധിച്ചു. അതിനെതിരെ KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്ത് വരികയും ആരാണ് ക്ഷമ, എനിക്കറിയില്ലല്ലോ, അവരെന്താണെന്നൊക്കെ ചോദിച്ചു കൊണ്ടുവന്നു. അതവർക്ക് വലിയ വിഷമമായി. അതിനെതിരെ ഫേസ്ബുക്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ദേശീയ കോൺഗ്രസിന്റെ വക്താവാണെന്നുള്ള ഐഡന്റിറ്റി കാർഡ് കാണിച്ചുകൊണ്ട് അത് പകർത്തി പോസ്റ്റ് ചെയ്തുകൊണ്ട് മറുപടി കൊടുത്തു. ഇങ്ങനെ കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റിനെതിരെ തന്നെ ദേശീയ വക്താവ് രംഗത്ത് വരികയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരം വരുന്നു. ഇതാണ് ഒരുപക്ഷെ ഡോക്ടർ ഷമാ മുഹമ്മദും BJPയിലേക്ക് പോകുന്നു എന്ന ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തതും അത്തരത്തിൽ സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കാൻ കാരണവും അതിൽ പോസ്റ്റുകൾ വരാൻ കാരണവും ഇത്തരം കാര്യങ്ങളാണ്. എന്തായാലും ഒരു കാര്യം പ്രധാനമായിട്ടും ഷമാ മുഹമ്മദിന് പറയാനുള്ളത്, സ്ത്രീകളെ നിങ്ങൾ അംഗീകരിച്ചില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് ഷമാ മുഹമ്മദിനെ പിന്താങ്ങിക്കൊണ്ട്. സതീശൻ പറയുന്നു, ഷമ നല്ല കുട്ടിയാണ്, അവർ പറഞ്ഞതിന് കാര്യമുണ്ട്, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ സ്ത്രീകളെ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞ് ഷമയെ ഒന്ന് BJPയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു തടയിടുകയാണ് ഇപ്പോൾ സതീശൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വടകര മുസ്ലിം ലീഗിന് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന വാദമായിരുന്നു ഷമയെ കണ്ണൂർ വടകര മണ്ഡലങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ പാർട്ടിയിലെ ചില നേതാക്കൾ പറഞ്ഞു പരത്തിയിരുന്നത്. ഇതോടെ AICCയുടെ ഗുഡ് ലിസ്റ്റിൽ നിന്നും വക്താവായ ഡോക്ടർ ഷമാ മുഹമ്മദ് പുറത്തായി എന്നതാണ് പരമാർത്ഥം. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ K സുധാകരന് ഒരുക്കിയ സ്വീകരണത്തിന് മുൻപായി മാധ്യമപ്രവർത്തകരോട് തനിക്ക് നേരിട്ട് അവഗണന തുറന്നു പറഞ്ഞ ഷമാ മുഹമ്മദ് സ്ത്രീകൾക്കും പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം നൽകുന്നില്ല എന്നും തുറന്നടിച്ചു. ഇതിനിടെയാണ് ഷമയുടെ പ്രതികരണവും എത്തിയത്. ഡോക്ടർ ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ ആരുമല്ലെന്നും അവർ ഉന്നയിച്ച വിമർശനങ്ങളെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നുമായിരുന്നു K സുധാകരൻ കടുത്ത പ്രതികരണം. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് വനിതകളെ പരിഗണിച്ചില്ലെന്ന ഷമാ മുഹമ്മദിന്റെ വിമർശനത്തിനെതിരെയാണ് സുധാകരൻ രൂക്ഷമായി പ്രതികരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെയാണ് ഷമാ മുഹമ്മദ് അതൃപ്തി പ്രകടിപ്പിച്ചത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന് പരാതി തന്നെയാണ് ഉള്ളത്, ഇത് പാർട്ടി മനസ്സിലാക്കണമെന്നും ഷമ അഭിപ്രായപ്പെടുകയും ചെയ്തു. രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്, എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു. സംവരണ സീറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസിനെയും ഈ കോൺഗ്രസുകാർ തഴഞ്ഞേനെ എന്നും ഷമാ മുഹമ്മദ് വിമർശിച്ചു. സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റുകളാണ്, വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നുവെന്നും ഷമ ചൂണ്ടിക്കാട്ടി. ഇതിനിടെയാണ് BJP ഷമയെ സമീപിച്ചെന്ന സൂചനകളും പുറത്തു വരുന്നത്. രണ്ടും കൽപ്പിച്ച് ഡോക്ടർ ഷമാ മുഹമ്മദ് പോയാൽ അത് കോൺഗ്രസിന് വീണ്ടും ഷോക്ക് ട്രീറ്റ്മെന്റ് ആകാൻ മാറിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ ഷമയ്ക്ക് അനുകൂലിച്ചുകൊണ്ട് ഷമയോട് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഷമയെ ഒന്ന് സോപ്പിട്ട് നിർത്താൻ ശ്രമിക്കുന്നതും. എന്തായാലും കോൺഗ്രസിൽ പടലപ്പിണക്കം തിരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസ് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ വരുന്ന കാലഘട്ടം പഴയതുപോലെയല്ല, മാറി വരുന്നു എന്നത് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുന്നത് നന്ന്.